ഓക്കെ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എന്തൊക്കെയാണ് നോക്കിയത്? ന്യൂട്ടോണിയൻ ആൻഡ് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സിനെ കണ്ടു. പിന്നെ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്താണ്? ടോ ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷൻ ടു ഡി യു ബൈ ഡി വൈ ആൻഡ് ടോ ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ. ആ ഒരു ഫോമുല കണ്ടു. അപ്പോൾ ഇന്ന് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ആ ലോ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് പ്രോപ്പർട്ടീസിനെ കുറിച്ച് ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് വേണം. വിസ്കോസിറ്റീസിന്റെ യൂണിറ്റിനെ കുറിച്ച്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തതിനെ കുറിച്ച്, അങ്ങനെ ഉള്ള ഒരു നല്ലൊരു സ്ട്രോങ് ഐഡിയ അതിനകത്തുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റിയിലോട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ഡിറ്റർമൈൻ ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ ഫ്ലൂയിഡ് ഹാവിംഗ് viscosity of 0.07 poise and kinematic viscosity of 0.042 stokes. വിസ്കോസിറ്റി വന്നിട്ടുണ്ട് 0.07 പോയിസ്. അതാരാണ്? മ്യൂ ഈസ് ഈക്വൽ ടു 0.07 പോയിസ്. ഈ പേര് തന്നിട്ടില്ലെങ്കിലും കൈനമാറ്റിക്, ഡൈനമിക് അങ്ങനെ എടുത്ത് തന്നിട്ടില്ലെങ്കിലും യൂണിറ്റ്സിൽ നിന്ന് നമ്മൾക്ക് അത് ആരൊക്കെയാണെന്ന് അറിയാൻ ഉള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അങ്ങനെ അറിയണം. അപ്പോൾ ഇത് പോയിസ് ആണ്. സോ പോയിസ് ഈസ് മ്യൂ. ആൻഡ് രണ്ടാമത് തന്നിട്ടുള്ളത് കൈനമാറ്റിക് വിസ്കോസിറ്റി. കൈനമാറ്റിക് വിസ്കോസിറ്റി മ്യൂ ഈസ് 0.042 സ്റ്റോക്സ്. നമ്മളത് കണ്ടുപിടിക്കാൻ പറയുന്നത് റിലേറ്റീവ് ഡെൻസിറ്റി ആണ്. റിലേറ്റീവ് ഡെൻസിറ്റി ഈസ് വാട്ട്? സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ഡെൻസിറ്റി ഓഫ് അവർ ഫ്ലൂയിഡ് വിത്ത് റെസ്പെക്ട് ടു ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. ഓക്കെ. ആദ്യം നമുക്ക് ഇവന്മാരെ അവരുടെ യൂണിറ്റിലേക്ക്, സ്റ്റാൻഡേർഡ് യൂണിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ 0.07, 1 പോയിസ് ഈസ് പാസ്കൽ സെക്കൻഡ് 1/10. ദാറ്റ് ഈസ് 0.007 പാസ്കൽ സെക്കൻഡ്. ഇതാണ് മ്യൂ. ആൻഡ് ന്യൂ എന്ന് പറയുന്നത് 0.042 ഡിവൈഡഡ് ബൈ 10⁻⁴ ചെയ്യണം. എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുക? മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. ആൻഡ് ഇവിടെ നമുക്ക് ഡെൻസിറ്റി ആണ് വേണ്ടത്. ഡെൻസിറ്റി ഇവിടുന്നാണ് കിട്ടുന്നത്. വി നോ ന്യൂ ഈസ് നത്തിങ് ബട്ട് മ്യൂ ബൈ റോ. സോ 0.042 into 10⁻⁻4 ഈസ് ഈക്വൽ ടു 0.007 Pascal second divided by density. So density is equal to 0.007 into 10⁻⁴ divided by 0.042. ആൻസർ നമുക്ക് കിട്ടുന്നത് 1666.66 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. യൂണിറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് കിട്ടി. അപ്പോൾ ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാം. സ്പെസിഫിക് ഗ്രാവിറ്റി ഇത് ലിക്വിഡ് ആണ്, ലിക്വിഡ് ആയിട്ട് എടുക്കാം. അപ്പോൾ 166.66 ഡിവൈഡഡ് ബൈ 1000 ദാറ്റ് ഈസ് 1.67 എന്നാണ് സ്പെസിഫിക് ഗ്രാവിറ്റി. 1.67 അതാണ് ഈ ഒരു തന്നിരിക്കുന്ന ലിക്വിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. ഓക്കെ, മനസ്സിലായല്ലോ. സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് റേഷ്യോ, ബീങ് എ റേഷ്യോ, ഇറ്റ് ഹാസ് നോ യൂണിറ്റ്സ്. ആൻഡ് ഈ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്ന വാക്ക്, ഈ ഒരു യൂണിറ്റ്, ഇത്രയും വാല്യൂ കാണുമ്പോൾ തന്നെ എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത്? വിച്ച് ഈസ് മോർ ഡെൻസർ ദാൻ വാട്ടർ എന്ന് മനസ്സിലായി. ഡെൻസിറ്റി നോക്കൂ. ഡെൻസിറ്റി നോക്കുമ്പോൾ 1666.66 1000-നേക്കാളും കൂടുതലാണ്. ആൻഡ് ഇത് ഒരു കണ്ടെയ്നറിലാക്കി കഴിഞ്ഞാൽ ഈ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞ വാല്യൂ വെച്ചിട്ട് നമുക്കിപ്പം ഒരു ഐഡിയ കിട്ടുന്നില്ലേ, ഏത് സിങ്ക് ചെയ്യും, ഏത് ഫ്ലോട്ട് ചെയ്യുന്നു. സോ അതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇത് ഇത്ര ഓക്കെ ആണെന്ന് വിചാരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, പ്രോപ്പർട്ടി ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് എ ലിക്വിഡ് ആണ്. സോ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് എ ലിക്വിഡ് 0.8 തന്നിട്ടുണ്ട്. ദിസ് ഈസ് നത്തിങ് ബട്ട് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ലിക്വിഡ് അല്ലേ, അപ്പോൾ വാട്ടർ ആണ് എടുക്കേണ്ടത്. അത് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ഡെൻസിറ്റി, സ്പെസിഫിക് വെയിറ്റ്, മാസ് ആൻഡ് വെയിറ്റ് ഓഫ് 10 liters ഓഫ് ലിക്വിഡ്. 10 ലിറ്റർ ലിക്വിഡിന്റെ മാസും വെയിറ്റും ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇവിടുന്ന് ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ് കണ്ടുപിടിക്കാം. എന്താണ്? സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ടെങ്കിൽ ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ് കണ്ണു അടച്ചുകൊണ്ട് 0.8 into 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് 800 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ആൻഡ് സ്പെസിഫിക് വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് എന്താണ്? റോ ഇൻറ്റു ജി എന്നറിയാം, ആ ഫോമുല അറിയാം. സോ റോ ജി ദാറ്റ് ഈസ് ഡെൻസിറ്റി 800 into 9.81 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. അതാണ് സ്പെസിഫിക് വെയിറ്റ് ഓഫ് ലിക്വിഡ്. അടുത്തത് മാസ് ആൻഡ് വെയിറ്റ് ഓഫ് എ 10 liters ഓഫ് ലിക്വിഡ്.
അപ്പോൾ ആദ്യം 10 ലിറ്റേഴ്സ് ഓഫ് ലിക്വിഡ്, അതൊരു തന്നിരിക്കുന്ന എന്താണ്, ഒരു വോളിയം ആണ്. 1 ലിറ്റർ 2 ലിറ്റർ എന്നൊക്കെ പറയുന്ന ഒരു വോളിയം ആണ്. നമുക്കുള്ള എല്ലാ ഫോമുലയും മാസ് ബൈ വോളിയം, വെയിറ്റ് ബൈ വോളിയം അങ്ങനെയുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഇവന്മാരെ വോളിയത്തിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഈ 10 ലിറ്റർ ഓഫ് ലിക്വിഡിനെ വോളിയത്തിലോട്ട് കൺവേർട്ട് ചെയ്യാം. വി നോ 1 meter cube is equal to 1000 liter. 1 meter cube is equal to 1000 liter. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. സോ നമുക്ക് തന്നിരിക്കുന്നത് 10 ലിറ്റേഴ്സ് ഓഫ് ലിക്വിഡ് ആണ്. 10 ലിറ്റേഴ്സ് ഓഫ് ലിക്വിഡ്. അപ്പോൾ ഇതിനെ മീറ്റർ ക്യൂബ് ആക്കി എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 1000. ദാറ്റ് ഈസ് 10 into 10 raised to minus 3 meter cube. That is 10 raised to minus 2 meter cube എന്നായി ആണല്ലോ. ഇനി നമുക്ക് ഡെൻസിറ്റി ഉണ്ട്. ഡെൻസിറ്റി നമുക്കിപ്പോൾ എന്ത് കിട്ടി? ലിക്വിഡിൻ്റെ 800 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് കിട്ടി. വി നോ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. ആൻഡ് വി നൗ ഹാവ് വോളിയം ഉണ്ട് അല്ലേ? ആൻഡ് ഇനി മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ മാസ് ഈസ് ഈക്വൽ ടു 800 into 10 raised to minus 2. That is equal to 8 kilogram. ആൻഡ് ഇനി നമുക്ക് വെയിറ്റ് വേണം. വെയിറ്റ് എന്തുവാണ്? വെയിറ്റ് ഈസ് ഈക്വൽ ടു mg. ദാറ്റ് ഈസ് 8 into 9.81. അത് ചെയ്യുമ്പോൾ ഇത്ര ന്യൂട്ടണിൽ നമുക്ക് വെയിറ്റ് കിട്ടി. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം. അതാണ് ഇമ്പോർട്ടൻറ്റ്. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ബേസ് ചെയ്ത് വരുന്ന 2 ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഒന്നും കൂടി നോക്കാം. ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉണ്ട്, ഇൻക്ലൈൻഡ് സർഫസ് ഉണ്ട് നിങ്ങൾക്ക്. അതിൻ്റെ ആംഗിൾ തീറ്റ ആയിട്ട് തന്നിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ മുകളിലൊരു തിക്നെസ് ഉള്ള ഒരു ചെറിയ തിക്നെസ്സിൽ ഒരു ഓയിൽ ലെയർ അല്ലെങ്കിൽ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഉണ്ട്. അതിൻ്റെ ഡിസ്റ്റൻസ്, ആ ഒരു ഡെപ്ത് അല്ലെങ്കിൽ തിക്നെസ് y ആയിട്ട് എടുത്തു. ആൻഡ് ഇതിൻ്റെ മുകളിലൂടെ ഒരു പ്ലേറ്റ് വെച്ചിരിക്കുകയാണ്. ഹാവിങ് മാസ് m ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ a. ഹാവിങ് ഏരിയ a. ഇത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി എന്താണ്? v വെലോസിറ്റിയിൽ താഴേക്ക് സ്ലൈഡ് ചെയ്ത് വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഈ v വെലോസിറ്റി, കോൺസ്റ്റന്റ് വെലോസിറ്റി വിയിലാണ് സ്ലൈഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്കറിയാം f ഈസ് ഈക്വൽ ടു ma. കോൺസ്റ്റന്റ് വെലോസിറ്റി, അപ്പോൾ ആക്സിലറേഷൻ 0. therefore നെറ്റ് ഫോഴ്സ് ആക്ടിങ് വിൽ ബി 0. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ഒരു ഈ പോകുന്ന ഈ ഒരു വെലോസിറ്റിക്ക് ഒപ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു ഡയറക്ഷന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ആള് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ ആളാണ് വിസ്കസ് ഫോഴ്സ്. വിസ്കസ് ഫോഴ്സ് ഈസ് നത്തിങ് ബട്ട് ഷിയർ സ്ട്രെസ് ഇൻറ്റു ഏരിയ ആണല്ലോ. വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ അവിടെ എഴുതിയത് എന്താണ്? ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഈ ഷിയർ സ്ട്രെസ് ആണ് mu ഇൻറ്റു du/dy വെച്ച് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഷിയർ സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ ഇത് എന്ത് ഫോഴ്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്? ഷിയർ ഫോഴ്സ്, അല്ലെങ്കിൽ ഇവിടെ വിസ്കസ് ഫോഴ്സ് ആണ് കറസ്പോണ്ടിങ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ആ വിസ്കസ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ടോ ഇൻറ്റു ഏരിയ. ആൻഡ് ഇനി ഇതിന് ഒപ്പോസ് ചെയ്യുന്ന ഇതിന്റെ ഫോഴ്സ് നമുക്കൊന്ന് റിസോൾവ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിരിക്കും, വിച്ച് ഈസ് mg. ആൻഡ് ഈ നോർമൽ വരയ്ക്കുക, ഈ സർഫസിന് നോർമൽ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ, ഈ നമ്മുടെ ബോഡിക്ക് നോർമൽ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുക. അതിന് നോർമൽ വരച്ചു. ഇതാണ് നമ്മുടെ നോർമൽ. ഈ ആംഗിൾ, ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഈ ആംഗിൾ എന്തായിരിക്കും? അത് തീറ്റ. ഓക്കെ. അപ്പോൾ ഇനി ഇത് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് mg cos തീറ്റ ആൻഡ് ഈ ഡയറക്ഷനിൽ mg sin തീറ്റ. ആൻഡ് ഈ mg sin തീറ്റ ഈ ഫ്രിക്ഷൻ ഫോഴ്സും, ഫ്രിക്ഷൻ ഫോഴ്സ് അല്ല, വിസ്കസ് ഫോഴ്സും സെയിം ആണ്. എങ്കിൽ മാത്രമേ എഫ് നെറ്റ് 0 ആകത്തുള്ളൂ. സോ mg sin തീറ്റ ഈസ് ഈക്വൽ ടു ടോ ഇൻറ്റു ഏരിയ. ദാറ്റ് ഈസ് ടോ എന്ന് പറയുന്നത് mu ഇൻറ്റു du/dy ഇൻറ്റു ഏരിയ, mg sin തീറ്റ. ഈ u/y, ഈ y എന്ന് പറയുന്ന ഈ തിക്നെസ് വളരെ കുറവാണെങ്കിൽ ഇതിനെ നമുക്ക് ലീനിയർ വേരിയേഷൻ ആയിട്ട് u/y എന്ന് തന്നെ എഴുതാം. അപ്പോൾ ഇവിടെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ്? ഇവിടെ ഈ പ്ലേറ്റ് v വെലോസിറ്റിയിൽ പോകുന്നു. ആൻഡ് ഇതാണ് നമ്മുടെ ഫ്ലൂയിഡ് ലെയർ. ഈ ഫ്ലൂയിഡ് ലെയറിൽ നമുക്ക് ഇങ്ങനെ
വെലോസിറ്റി പ്രൊഫൈൽ കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് ഒരു ടൈപ്പ് പ്രോബ്ലം. ഓക്കെ, ഇവിടെ പിന്നെ ഫ്രിക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരത്തില്ല. ഇവിടെ സോളിഡ് ടു സോളിഡ് കോണ്ടാക്ട് ഇല്ല. ലൂബ്രിക്കേറ്റിംഗ് ഓയിലിൻ്റെ മുകളിലാണ് വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ടൈപ്പ് പ്രോബ്ലംസ് കൂടുതൽ ഫ്രിക്ഷൻ റിലേറ്റഡ് ആയിട്ടാണല്ലോ കാണുന്നത്. സോ ഇവിടെ ഫ്രിക്ഷൻ്റെ ഇതൊന്നുമില്ല. ജസ്റ്റ് ഈ ഒരു പ്രോപ്പർട്ടി, ഈ രണ്ട് സാധനം രണ്ടും കൂടി തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് നമുക്ക് വരുന്നുള്ളൂ. ആൻഡ് നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജേർണൽ ബിയറിംഗ്. ജേർണൽ ബിയറിംഗിൻ്റെ കാര്യം ഞാൻ ഇൻട്രൊഡക്ഷൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. നമുക്കൊരു ബിയറിംഗ് ആൻഡ് ബിയറിങ്ങിനകത്ത് ജേർണൽ അല്ലെങ്കിൽ ഷാഫ്റ്റ്. ഓക്കെ, ഇൻ ബിറ്റ്വീന് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ കൊണ്ട് ഫില്ല് ചെയ്തിരിക്കുകയാണ്. ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് വിത്ത് ആൻ ആംഗുലാർ വെലോസിറ്റി ഒമേഗ. ഒരു ടോർക്ക് ടി കൊടുക്കുമ്പോൾ ഒരു ടോർക്ക് ടി എക്സേർട്ട് ചെയ്യുമ്പോൾ ആംഗുലാർ വെലോസിറ്റി ഒമേഗയിൽ, കോൺസ്റ്റന്റ് ആംഗുലാർ വെലോസിറ്റി ഒമേഗയിൽ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നു. ആൻഡ് ആ സമയത്ത് നമുക്ക് ഇതിനകത്തൊരു ടാൻജൻഷ്യൽ വെലോസിറ്റിയാണ് കാണാൻ കഴിയുന്നത്. ഇത് റേഡിയസ് ആർ ആൻഡ് ഇവിടെ നമുക്കൊരു ടാൻജൻഷ്യൽ വെലോസിറ്റി വി കാണാൻ പറ്റും. ഈ ഒരു പിന്നെ ഈ ഗ്യാപ്പാണ് വൈ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഇത് നമ്മുടെ ഷാഫ്റ്റ്, ഇത് ബിയറിങ്ങിൻ്റെ അറ്റ് റെസ്റ്റ്. ആൻഡ് ഈ ഒരു രീതിയിലായിരിക്കും അതിൻ്റെ വെലോസിറ്റി പ്രൊഫൈൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ടാൻജൻഷ്യൽ വെലോസിറ്റി, അപ്പോൾ ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ടാൻജൻഷ്യൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ അറിയണം. ടാൻജൻഷ്യൽ വെലോസിറ്റി ഈസ് ആർ ഒമേഗ. ടാൻജൻഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ പെരിഫറൽ വെലോസിറ്റി എന്നാണ് പറയുന്നത്. ടാൻജൻഷ്യൽ വെലോസിറ്റി ഈസ് ആർ ഒമേഗ. ആൻഡ് ടോർക്ക്, ഈ ടോർക്ക് ടി ഈസ് ഈക്വൽ ടു, ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു റേഡിയസ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഇവിടെ ടോർക്ക് എന്ന് പറയുന്നത്, ഇവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റേഡിയസ്. സോ ടോർക്ക് എന്ന് പറയുന്നത് യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ. സോ ടോർക്ക് ഈസ് ഫോഴ്സ് ഇൻറ്റു റേഡിയസ്. ഫോഴ്സ് നമ്മൾ ഇവിടെ ചെയ്തതുപോലെ തന്നെ, ഫോഴ്സ് എങ്ങനെയാണ്? ഷിയർ സ്ട്രെസ് ഇൻറ്റു ഏരിയ. അത് തന്നെ ഇവിടെയും വരും. ഷിയർ സ്ട്രെസ് ഇൻറ്റു ഏരിയ ഇൻറ്റു റേഡിയസ് ആർ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് മ്യൂ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ഏരിയ. ഏരിയ എന്ന് പറയുന്നത് ഈ ഷാഫ്റ്റിന്റെ ഏരിയ എന്താണ്? 2πr ഇൻറ്റു എൽ. ഓക്കെ, ഇൻറ്റു ആർ, ഈ റേഡിയസ് ആർ. സോ 2πr ഇൻറ്റു അതിന്റെ ലെങ്ത്, പിന്നെ ഈ റേഡിയസ് ആർ. ഈ വൈ വളരെ സ്മോൾ ആയതുകൊണ്ട് തന്നെ ഇതിനെ ലീനിയർ വേരിയേഷൻ ആയിട്ടാണ് നമുക്ക് എടുക്കാം. സോ മ്യൂ ഈസ് വി ബൈ വൈ ഇൻറ്റു 2πrl ഇൻറ്റു ആർ. അതാണ് ടോർക്ക്. ഇവിടെ വീണ്ടും വി ഈക്വൽ ടു ആർ ഒമേഗയൊക്കെ കൊടുക്കാം, വേണമെന്നില്ല. ഇതാണ് ടോർക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ആൻഡ് ടോർക്ക് റിലേറ്റഡ് ക്വസ്റ്റ്യനിൽ പിന്നെ കോമൺലി ചോദിക്കുന്ന ഒരെണ്ണമാണ് പവർ ട്രാൻസ്മിറ്റഡ്. പവർ ട്രാൻസ്മിറ്റഡിൻ്റെ ഫോർമുലയും കൂടി അറിഞ്ഞിരിക്കണം. പവർ ട്രാൻസ്മിറ്റഡ് ഈസ് ടോർക്ക് ഇൻറ്റു ഒമേഗ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സിൽ ഇത് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ വാട്ട്സ് എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇപ്പോൾ ഇത്ര അല്ലെങ്കിൽ ഈ രണ്ട് സ്ഥലത്താണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഒരു സ്ലീവ് ഉണ്ട് ആൻഡ് അതിനകത്തൊരു ഷാഫ്റ്റ്, ജേർണൽ ബിയറിംഗ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ജേർണൽ ഒരു ബിയറിങ്ങിനകത്ത് കിടന്ന് റൊട്ടേറ്റ് ചെയ്യാണ്. ഇൻ ബിറ്റ്വീൻ ലൂബ്രിക്കേറ്റിംഗ് ഓയിലാണ് കൊടുക്കുന്നത്. ഒരു ടോർക്ക് ടി കൊടുത്തപ്പോൾ അവൻ കോൺസ്റ്റന്റ് ആംഗുലാർ വെലോസിറ്റി ഒമേഗയിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ ടാൻജൻഷ്യൽ വെലോസിറ്റി, ആ വി കിട്ടാനുള്ളതാണ് വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. ഇന്നലെ ഞാൻ ഇങ്ങനെയുള്ളൊരു ഡ്രോയിങ്ങിൽ വരച്ച് കാണിച്ചായിരുന്നു. വി ഈസ് ആർ ഒമേഗ. ദാറ്റ് ഈസ് ടാൻജൻഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ പെരിഫറൽ വെലോസിറ്റി. ടോർക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാം. ടോർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ആൻഡ് ഇവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടോർക്ക് ഇൻറ്റു ഫോഴ്സ് ഇൻറ്റു ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് റേഡിയസ് ആർ. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റേഡിയസ്. ഇവിടെ ടോർക്ക് അത്, അപ്പം ഫോഴ്സ് എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് ഇൻറ്റു ഏരിയ, അതിവിടെ കൊടുക്കുന്നു. ഏരിയ കണ്ടുപിടിക്കാൻ 2πr ഇൻറ്റു എൽ. ആൻഡ് അങ്ങനെ ഈ ഫൈനലി ഈ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നു. ഇത് കാണാതൊന്നും പഠിക്കേണ്ട, അത് അവിടെ വെച്ച് തന്നെ നമുക്ക് കിട്ടും. പിന്നെ പവർ ട്രാൻസ്മിറ്റഡ് എന്ന് പറയുന്നത് ടോർക്ക് ഇൻറ്റു ഒമേഗ. ഓക്കെ, അപ്പോൾ ഇനി പ്രോബ്ലത്തിലോട്ട് പോവാം. അപ്പോൾ പ്രോബ്ലം: in a stream of oil in motion,
The velocity gradient is 0.25 per second. The mass density of fluid is 1270 kilogram per meter cube and kinematic viscosity is 6.3 into 10 raised to minus 4 meter square per second. Find the shear stress at that point. ഒരു സ്ട്രീം ഓഫ് ഓയിൽ ഉണ്ട്. ദ വെലോസിറ്റി ഗ്രേഡിയന്റ് നമുക്ക് തന്നിട്ടുണ്ട്, വെലോസിറ്റി ഗ്രേഡിയന്റ്. ആൻഡ് ദ മാസ് ഡെൻസിറ്റി തന്നിട്ടുണ്ട്, കൈനമാറ്റിക് വിസ്കോസിറ്റി തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഷിയർ സ്ട്രെസ് ഓഫ് ദാറ്റ് പോയിന്റ്. അപ്പോൾ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി പ്രകാരം, according to Newton's law of viscosity, we have tau is equal to mu into du by dy. ആൻഡ് ഇവര് ഈ du by dy ആണ്, ഇതിന്റെ ഡിഫറെന്റ് നെയിംസ് നമ്മൾ പറഞ്ഞു. റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ, വെലോസിറ്റി ഗ്രേഡിയന്റ്, റേറ്റ് ഓഫ് ആംഗുലർ ഡിഫോർമേഷൻ, അങ്ങനെ ഡിഫറെന്റ് പേരുണ്ട്. അപ്പോൾ എന്ത് പേരിൽ ഇപ്പം വെലോസിറ്റി ഗ്രേഡിയന്റ് ആണ് ഇവിടെ 0.25 per second എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാലും എന്ത് ടേംസ് ഇവിടെ മാറി വന്നാലും ഇതാണ് അത് എന്ന് മനസ്സിലാക്കണം. 0.25 per second. യൂണിറ്റ് നോക്ക് പെർ സെക്കൻഡ്. വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് ബൈ ഡിസ്റ്റൻസ് മീറ്റർ. ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ പെർ സെക്കൻഡ് ആണ് യൂണിറ്റ്. അപ്പോൾ ഇതാണ് du by dy. ആൻഡ് ഡൈനമിക് വിസ്കോസിറ്റി തന്നിട്ടില്ല, അതിന് പകരം അവർ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. സോ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് rho is equal to 1270 kilogram per meter cube and kinematic viscosity nu is 6.3 into 10 raised to minus 4 meter square per second. നമുക്ക് യൂണിറ്റ്സ് മാറ്റേണ്ടി വരുന്നില്ല, സ്റ്റാൻഡേർഡ് യൂണിറ്റ്സിൽ തന്നെയാണ്. വി നോ കൈനമാറ്റിക് വിസ്കോസിറ്റി ഈസ് mu by rho. അപ്പോൾ mu കണ്ടുപിടിച്ചൂടെ? സോ mu is equal to nu into rho. ഓക്കെ, അത് കിട്ടുന്നു. അതെടുത്ത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാം. സോ tau is equal to 6.3 into 10 raised to minus 4 into 1270 into 0.25. ആൻസർ നമുക്ക് 0.2 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ ഈ ഇങ്ക്? ആൻ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്, കൈനമാറ്റിക് വിസ്കോസിറ്റി 7.4 into 10 raised to minus 7 meter square per second and specific gravity 0.88 is held between two parallel plates. If the top plate is moved with a velocity of 0.5 meter per second while the bottom one is held stationary, the fluid attains a linear velocity profile in the gap of 0.5 millimeter between those plates. The shear stress on the surface of top plate in Pascal. ഓക്കെ, ആദ്യം നമുക്ക് ഡയഗ്രാം ഒന്ന് വരച്ച് നോക്കാം. ദ ടോപ്പ് പ്ലേറ്റ്, അപ്പോൾ രണ്ട് പ്ലേറ്റ് ഉണ്ട്. ഒരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആണ് ഇവരുടെ ഇൻ ബിറ്റ്വീൻ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൈനമാറ്റിക് വിസ്കോസിറ്റി ന്യൂ എന്ന് പറയുന്നത് 7.4 into 10 raised to minus 7 meter square per second എന്ന് തന്നിട്ടുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി എസ് is 0.88. If the top plate, ഈ ടോപ്പ് പ്ലേറ്റ് is moved with a velocity u is equal to 0.5 meter per second while the bottom plate എന്ന് പറയുന്നത് സ്റ്റേഷനറി ആണ്. ആൻഡ് ദ ഫ്ലൂയിഡ് അറ്റൈൻസ് എ ലീനിയർ വെലോസിറ്റി. ലീനിയർ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കിട്ടുന്നത്. u by y. ആൻഡ് ഈ ഗ്യാപ്പ് ഗ്യാപ്പ് ഓഫ് 0.5 mm, ഈ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് 0.5 mm. ദ ഷിയർ സ്ട്രെസ് ഓൺ ദി സർഫസ് ഓഫ് ടോപ്പ് പ്ലേറ്റ്. അപ്പോൾ ഈ ടോപ്പ് പ്ലേറ്റിലുള്ള ഇതിൻ്റെ സർഫസിലുള്ള ഷിയർ സ്ട്രെസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. വി നോ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഈസ് tau is equal to mu into du by dy. That is equal to mu നമുക്കില്ല, mu we don't know mu. അപ്പോൾ mu ആദ്യം കണ്ടുപിടിക്കണം. അതിനാണ് അവർ ഇത് തന്നിട്ടുള്ളത്. കൈനമാറ്റിക് വിസ്കോസിറ്റി ഈസ് mu into ഡെൻസിറ്റി അല്ലേ? അപ്പോൾ mu എന്ന് പറയുന്നത് ന്യൂ 7.4 into 10 raised to minus 7 meter square per second into
ഡെൻസിറ്റി. അപ്പോൾ നമുക്ക് ഡെൻസിറ്റി ഇല്ല. ഡെൻസിറ്റി കണ്ടുപിടിക്കാനാണ് അവർ എസ് തന്നിട്ടുള്ളത്. വി നോ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ട്, ഇത് ഫ്ലൂയിഡ് ആണ്, ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആണ്, അതായത് ഒരു ലിക്വിഡ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആ ലിക്വിഡ് തന്നിട്ടുണ്ടെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ടെങ്കിൽ ഡെൻസിറ്റി കണ്ടുപിടിക്കാം. എങ്ങനെ? 7.4 ഇൻറ്റു 10⁻⁻7 ഇൻറ്റു സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഡൈനാമിക് വിസ്കോസിറ്റി കിട്ടും. ഡൈനാമിക് വിസ്കോസിറ്റി എത്രയാണ്? 7.4 ഇൻറ്റു 10⁻⁻7 ഇൻറ്റു 0.88 ഇൻറ്റു 1000. That is 6.51 into 10⁻⁻4. ആൻഡ് ഈ ഡൈനാമിക് വിസ്കോസിറ്റി നമുക്ക് ഇവിടെ കൊണ്ട് ഇട്ട് നോക്കാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാസ്കൽ സെക്കൻഡിലാണ് കിട്ടിയത്. ഓക്കെ, ദാറ്റ് ഈസ് 6.51 ഇൻറ്റു 10⁻⁻4 ഇൻറ്റു u/y. യു എന്ന് പറയുന്നത് 0.5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 0.5 മീറ്റർ പെർ സെക്കൻഡ്. ആൻഡ് dy എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ആണ്. 0.5 mm. 0.5 mm ആണ്. അപ്പോൾ അത് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. 10⁻⁻3. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.6512. എല്ലാം സ്റ്റാൻഡേർഡ് യൂണിറ്റ്സിൽ. ഇവിടെ നമുക്ക് മ്യൂ എന്ന് പറയുന്നത് പാസ്കൽ സെക്കൻഡിലും ഇത് പെർ സെക്കൻഡിലുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ സെക്കൻഡും ഇതിനകത്തെ പാസ്കൽ സെക്കൻഡും ഇവിടുത്തെ പെർ സെക്കൻഡും ക്യാൻസൽ ചെയ്ത് പോയി അവസാനം പാസ്കലിൽ തന്നെ കിട്ടും. അതായത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. സോ 0.6512 ആണ് ഇവിടുത്തെ ഷിയർ സ്ട്രെസ്. ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം അവർ പറയുന്നുണ്ട്. അതായത് ഷിയർ സ്ട്രെസ് ഓൺ ദ സർഫസ് ഓഫ് ടോപ്പ് പ്ലേറ്റ് എന്നാണ് പറയുന്നത്. ഈ ടോപ്പ് പ്ലേറ്റിലെ സർഫസിലെ ഷിയർ സ്ട്രെസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ ഉള്ളത്. ഇത് ശ്രദ്ധിക്കുക. അതായത് ഈ വെലോസിറ്റി ഗ്രേഡിയൻ്റ്, ഈ വെലോസിറ്റി പ്രൊഫൈൽ എന്ന് പറയുന്നത് ലീനിയർ ആണെങ്കിൽ എല്ലാ ലെയറിലും സെയിം ഷിയർ സ്ട്രെസ് ആയിരിക്കും. ഇഫ് വെലോസിറ്റി പ്രൊഫൈല് ലീനിയർ ആണെങ്കിൽ എല്ലാ ലെയേഴ്സിലും സെയിം ഷിയർ സ്ട്രെസ് ആയിരിക്കും അനുഭവപ്പെടുന്നത്. ഷിയർ സ്ട്രെസ് ഈസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് വൈ. അങ്ങനെയാണെങ്കിൽ ലീനിയർ ആണെങ്കിൽ ഷിയർ സ്ട്രെസ് ഈസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് വൈ. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. ഷിയർ സ്ട്രെസ് ഈസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് വൈ. ഓക്കെ, അപ്പോൾ അത് ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വൺ. If the velocity distribution over a plate is given by u is equal to 2/3y minus y square. U is 2/3y minus y square, in which u is the velocity in meter per second at a distance y meter above the plate. ഒരു പ്ലേറ്റ് ഉണ്ട്. പ്ലേറ്റിൻ്റെ മുകളിൽ ഫ്ലൂയിഡ് ഫ്ലോ ഉണ്ടായിരിക്കാം. അതിൻ്റെ മുകളിലെ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, u is equal to 2/3y minus y square. Determine the shear stress at y is equal to 0. Shear stress y is equal to 0 and y is equal to 0.15 meter. അതിലെ ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ടേക്ക് ഡൈനാമിക് വിസ്കോസിറ്റി ഓഫ് ഫ്ലൂയിഡ് മ്യൂ is equal to 8.63 പോയ്സ്. ആദ്യം ചെയ്യേണ്ടത് ഈ പോയ്സിനെ നമുക്ക് ഇഷ്ടമല്ല, അവനെ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സിലോട്ട് നമുക്ക് മാറ്റാം. ദാറ്റ് ഈസ് 8.63. 1 പോയ്സ് ഇസ് ബൈ 10 എന്തുവായിരുന്നു? പാസ്കൽ സെക്കൻഡ്. കൺവേർഷൻ കഴിഞ്ഞു. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി അനുസരിച്ച് ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു du/dy ആണ്. ഈ ഡിഫറൻഷിയേഷനൊക്കെ വരുന്നത് എപ്പോഴാണോ നിങ്ങൾക്ക് ഒരു യു എന്ന് പറയുന്നത് ഇൻ ദ ഫങ്ഷൻ ഓഫ് വൈ, യു ഇസ് എ ഫങ്ഷൻ ഓഫ് വൈ എന്നുള്ളൊരു രീതിയിൽ തന്നിട്ടുള്ളത്, അപ്പോൾ നമുക്കവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടി വരും. സോ ടോ ഈസ് ഈക്വൽ ടു മ്യൂ എന്ന് പറയുന്നത് 0.863 പാസ്കൽ സെക്കൻഡ് ഇൻറ്റു d/dy ഓഫ് u. u is 2/3y minus y square. That is equal to 0.863 into ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് 2/3 minus 2y. ഓക്കെ, ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഇനി നമ്മളടുത്ത് പറയാനുള്ളത് y ഈസ് ഈക്വൽ ടു 0 ആൻഡ് y ഈസ് ഈക്വൽ ടു 0.15 മീറ്റേഴ്സിൽ ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. സോ ഷിയർ സ്ട്രെസ് അറ്റ് y ഈസ് ഈക്വൽ ടു 0 ഈസ് 0.863 ഇൻറ്റു 2/3 മൈനസ് 2 ഇൻറ്റു 0. y 0 അല്ലേ? സോ ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ആൻഡ് അടുത്തത് ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് അറ്റ്
y is equal to 0.15. That is equal to 0.863 into 2 by 3 minus 2 into 0.15. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിൽ ആൻസേഴ്സ് കിട്ടും. കണ്ടോ, ഈ രണ്ട് ക്വസ്റ്റ്യൻ്റെയും മീനിങ് മനസ്സിലായോ? ഇവിടെ ഒരു വെലോസിറ്റി വേരിയേഷൻ എന്ന് പറയുന്നത് യു ആസ് എ ഫംഗ്ഷൻ ഓഫ് വൈ, നമുക്കൊരു പാരബോളിക് കർവാണ് കിട്ടിയത്. അപ്പോൾ ആ കർവ് കിട്ടിയപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും എന്താണ്, ടോ വേരി ചെയ്യുന്നുണ്ട്. ടോ എല്ലാ പോയിന്റിലും യു ഈക്വൽ ടു 0യിലും യു ഈക്വൽ ടു 0.15ലും ഡിഫറെൻറ്റ് ടോ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ ക്വസ്റ്റ്യനിൽ വരുമ്പോൾ അത് ടോ എന്ന് പറയുന്ന മുകളിലത്തെ പ്ലേറ്റ് കണ്ടുപിടിച്ചാൽ ഇൻ ബിറ്റ്വീൻ, നമുക്ക് ഇവിടെ ഇൻ ബിറ്റ്വീൻ നമ്മൾ കണ്ടുപിടിച്ചാലും ഈ യു ബൈ വൈ എന്ന് പറയുന്ന റേഷ്യോ ബീങ് എ കോൺസ്റ്റന്റ്, ആ ഒരു റേഷ്യോ കോൺസ്റ്റന്റ് ലീനിയർ ആയതുകൊണ്ട് എല്ലായിടത്തെ ടോയും സെയിം ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഐഡിയ ഈ രണ്ട് സൈഡിലും ഉണ്ടായിരിക്കണം. ഇതിൻ്റെ ആൻസർ 0.5756 എന്ന് വരും. ആൻഡ് ഇത് 0.316. 0.5756 ആൻഡ് 0.316. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ഡൈനാമിക് വിസ്കോസിറ്റി ഓഫ് ഓയിൽ യൂസ്ഡ് ഫോർ ലൂബ്രിക്കേഷൻ ബിറ്റ്വീൻ എ സ്ക്വയർ പ്ലേറ്റ്. അപ്പോൾ ഡൈനാമിക് വിസ്കോസിറ്റി ഓഫ് ഓയിലാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു സ്ക്വയർ പ്ലേറ്റ് ഉണ്ട്, 0.8 മീറ്റർ ഇൻറ്റു 0.8 മീറ്റർ ആൻഡ് ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ വിത്ത് ആൻ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ 30 ഡിഗ്രി. വെയിറ്റ് ഓഫ് ദ പ്ലേറ്റിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട് ആൻഡ് ഇറ്റ് സ്ലൈഡ്സ് ഡൗൺ വിത്ത് എ യൂണിഫോം വെലോസിറ്റി ഓഫ് 0.3 മീറ്റർ പെർ സെക്കൻഡ്. Thickness of oil film is 1.5 millimeter. So first of all we need to draw that diagram. Corresponding diagram വരയ്ക്കാം. അപ്പോൾ ഒരു ഐഡിയ കിട്ടും. 30 ഡിഗ്രിയിൽ ഉള്ള ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ, ഇതിൻ്റെ മുകളിലൂടെ ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് സ്ലൈഡ് ചെയ്ത് വരികയാണ്. ആൻഡ് ഇൻ ബിറ്റ്വീൻ ദർ ഇസ് എ ഫ്ലൂയിഡ് ലെയർ. അതിൻ്റെ തിക്നെസ് y എന്ന് പറയുന്നത് 1.5 millimeter. ഇറ്റ് ഈസ് ഹാവിങ് ആൻ ഏരിയ, ഒരു സ്ക്വയർ പ്ലേറ്റ് ആണ് വരച്ചപ്പോൾ ഇത്തിരി. ഓക്കെ, സ്ക്വയർ പ്ലേറ്റ് ആണ്, 0.8 ഇൻറ്റു 0.8. പ്ലേറ്റിൻ്റെ വെയിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. വെയിറ്റ് ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ് 300 ന്യൂട്ടൺ. ഇനി എന്ത് ചെയ്യണം? ഇനി ഒരു റിസോൾവ് ചെയ്യണം. ഇവിടെ ഫോഴ്സ് ഇതാണ് നോർമൽ വരച്ചിട്ടാണ് ഈ ഫോഴ്സിനെ, ഈ വെയിറ്റിനെ നമ്മൾ റിസോൾവ് ചെയ്യുന്നത്. ഈ ആംഗിൾ 30 ഡിഗ്രി റിസോൾവ് ചെയ്യുമ്പോൾ ഈ ഡയറക്ഷനിൽ, വെലോസിറ്റിയുടെ ഡയറക്ഷനിൽ എങ്ങനെയാണോ ആ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷനിലാണ് വെലോസിറ്റിയും. സോ യു എന്ന് പറയുന്നത് എന്താണ്? യു ഇവിടെ തന്നിട്ടുള്ളത് കോൺസ്റ്റന്റ് വെലോസിറ്റി എത്ര, 0.3 മീറ്റർ പെർ സെക്കൻഡിലാണ് മൂവ് ചെയ്യുന്നത്. ആൻഡ് റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഡയറക്ഷനിൽ എന്ത് കിട്ടും? 300 വെയിറ്റ് ഇവിടെ ഈ ഡയറക്ഷനിൽ കോസ് തീറ്റ, ഇവിടെ വരുമ്പോൾ 300 കോസ് 30 ആൻഡ് ഇവിടെ വരുമ്പോൾ 300 സൈൻ 30 ഡിഗ്രി. ആൻഡ് ഈ ഫ്ലൂയിഡ് ലെയേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വെലോസിറ്റി പ്രൊഫൈൽ കിട്ടും. ആണല്ലോ. ഓക്കെ, കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. അപ്പോൾ എഫ് നെറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും, കാരണം ആക്സിലറേഷൻ 0. എഫ് നെറ്റ് 0 ആണെങ്കിൽ ഈ ഫോഴ്സ് ഇനി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് വേറെ ആരെങ്കിലും ആക്ട് ചെയ്യണം. അതാരാണ്? വിസ്കസ് ഫോഴ്സ്. വിസ്കസ് ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോമിൽ വിസ്കസ് ഫോഴ്സ് ഈസ് ഷിയർ സ്ട്രെസ് ഇൻറ്റു ഏരിയ. ആൻഡ് അത് രണ്ടും കൂടി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കൃത്യമായിട്ട് നമ്മുടെ ആൻസേഴ്സ് കിട്ടും. ഓക്കെ, ഡൈനാമിക് വിസ്കോസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വി നോ ദിസ് വൺ, 300 sin 30 degree is equal to viscous force tau into area. That is 300 into sin 30 1/2 is equal to tau into area. Area എന്ന് പറയുന്നത് ഏരിയ ഓഫ് പ്ലേറ്റ് 0.8 into 0.8. ആൻഡ് tau എന്ന് പറയുന്നത് എന്താണ്? mu into du by dy into 0.64. du, change in velocity. Change in velocity du is equal to change in 0.3 minus 0. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ആണ്. അപ്പോൾ ഇതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി നമുക്ക് 0 ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഡിയുവിനെ എന്ത് ചെയ്യാം? 0.3 എന്ന് തന്നെ കൺസിഡർ ചെയ്യാം. ആൻഡ് y എന്ന് പറയുന്നത് 1.5 mm. അപ്പോൾ ഇതെല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മ്യൂവിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇതെല്ലാം കൂടി കൊടുത്തു കഴിഞ്ഞാൽ മ്യൂവിൻ്റെ വാല്യൂ കിട്ടും.
അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ, മ്യൂവിൻ്റെ വാല്യൂ 1.17 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ, അതായത് പാസ്കൽ സെക്കൻഡിലായിരിക്കും കിട്ടുന്നത്. അതിനെ വേണമെങ്കിൽ പോയിസിലോട്ട് കൺവേർട്ട് ചെയ്യാം, ഇൻറ്റു 10 ചെയ്താൽ മതി. അപ്പോൾ 11.7 പോയിസ്. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് പ്രോബ്ലം. ഓക്കെ, so next question. An oil of dynamic viscosity 6 poise is used for lubrication between a shaft and a sleeve. ഒരു ഷാഫ്റ്റ് ഉണ്ട്, ഒരു ഷാഫ്റ്റും സ്ലീവും ഉണ്ട്. അപ്പോൾ ഇതിനിടയിൽ ലൂബ്രിക്കേഷന് ഒരു ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ദിസ് ഷാഫ്റ്റ് ഈസ് റൊട്ടേറ്റിംഗ് അല്ലേ? ഷാഫ്റ്റ് ഡയ നമുക്ക് തന്നിട്ടുണ്ട്. ഷാഫ്റ്റിൻ്റെ ഡയ 0.4 മീറ്റർ. സ്പീഡ് ഓഫ് ദി ഷാഫ്റ്റ്, ദാറ്റ് ഈസ് എൻ, ഈസ് 190 RPM. ഈ ഓയിലിൻ്റെ ഡൈനാമിക് വിസ്കോസിറ്റി വന്നിട്ടുണ്ട് 6 പോയിസ്. കാൽക്കുലേറ്റ് പവർ ലോസ്റ്റ് ഇൻ ദ ബിയറിംഗ് ഫോർ എ സ്ലീവ് ലെങ്ത് ഓഫ് L 90 mm ആൻഡ് തിക്നെസ് ഓഫ് ഓയിൽ ഫിലിം നമുക്ക് തന്നിട്ടുള്ളത് എത്രയാണ്? 1.5 mm ആണ്. സോ തിക്നെസ് എന്ന് പറയുന്നത് y ആണ്, ദാറ്റ് ഈസ് 1.5 mm. ആദ്യം തന്നെ ഈ യൂണിറ്റ്സിനെല്ലാം നമുക്ക് കൺവേർട്ട് ചെയ്ത് സ്റ്റാൻഡേർഡ് യൂണിറ്റ്സിലേക്ക് ആക്കാം. 1.5 × 10⁻³ മീറ്റർ. ആൻഡ് ലെങ്ത് എന്ന് പറയുന്നത് സ്ലീവ് ലെങ്ത് 90 × 10⁻³ മീറ്റർ. പോയിസ് നമുക്ക് കൺവേർട്ട് ചെയ്യണം, ദാറ്റ് ഈസ് 0.6 ഡിവൈഡ് ബൈ 10 അല്ലേ? 0.6 പാസ്കൽ സെക്കൻഡ്. കൺവേർഷൻ കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യനിലേക്ക്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് നമ്മളോട് കാൽക്കുലേറ്റ് പവർ ലോസ്റ്റ് ആണ്. പവർ ലോസ്റ്റ് ഇൻ ദ ബിയറിംഗ് ഫോർ എ സ്ലീവ് ലെങ്ത് ഓഫ് 90 mm. അപ്പോൾ ഇത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ വിസ്കസ് ഫോഴ്സ്, അവിടെ വിസ്കസ് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ഒരു ഫോഴ്സിനെ ഒപ്പോസ് ചെയ്തിട്ടുള്ള ഒരു ഫോഴ്സ് ആണല്ലോ വിസ്കസ് ഫോഴ്സ്. സോ ആ വിസ്കസ് ഫോഴ്സ് അവിടെ ജനറേറ്റ് ആകുമ്പോൾ അവിടെ കുറച്ച് നമുക്ക് പവർ ലോസ്റ്റ് ആവും. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന അതേ പവറിൽ ഫുൾ രീതിയിൽ ടോർക്ക് ജനറേറ്റ് ആവോ? ഇല്ല. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത്, നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തുമാത്രം പവർ ഇവിടെ ലോസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ടോർക്ക് T കൊടുക്കുന്നു, ആംഗുലർ വെലോസിറ്റി ഒമേഗയിൽ റൊട്ടേറ്റ് ചെയ്യുന്നു, ആൻഡ് ഇവിടെ കുറച്ച് പവർ ലോസ് നടക്കുന്നുണ്ട് ഡ്യൂ ടു ദ വിസ്കോസിറ്റി ഓഫ് ദി ഓയിലിൻ്റെ വിസ്കോസിറ്റി അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സ് കാരണം കുറച്ച് പവർ പോകുന്നുണ്ട്. ആ പവറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഏറ്റവും ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് പവർ ലോസ് ആണ്. പവറിൻ്റെ ഇക്വേഷൻ, പവർ ട്രാൻസ്മിറ്റഡ് ഒക്കെ നമ്മൾ എങ്ങനെ കണ്ടു? പവർ ട്രാൻസ്മിറ്റഡ് ടോ ഈസ് ഇൻറ്റു ടോർക്ക് ഇൻറ്റു നോട്ട് ടോ, ടി ഇൻറ്റു ഒമേഗ. ഓക്കെ, power lost is equal to T into omega, and ET, that is torque T, is equal to force into perpendicular distance. ഇത് ഷാഫ്റ്റ് ആണെങ്കിൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. വിസ്കസ് ഫോഴ്സ് ആണ്, കാരണം നമുക്ക് പവർ ലോസ്റ്റ് ആണ് വരേണ്ടത്. സോ വിസ്കസ് ഫോഴ്സ് ആണ് ഇവിടെ എടുക്കേണ്ടത്. അപ്പോൾ വിസ്കസ് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് വാട്ട്? ദാറ്റ് ഈസ് റേഡിയസ് അല്ലെങ്കിൽ ഡയമീറ്റർ ബൈ 2. ഈ ഷാഫ്റ്റിൻ്റെ റേഡിയസ് അല്ലേ ഇത് വരേണ്ടത്? ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദി ഷാഫ്റ്റ്. ഇനി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഷിയർ ഫോഴ്സ് അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത് ടോ ഇൻറ്റു ഏരിയ ആണ് അല്ലേ? ഇനി ടോ എന്താണ്? മ്യൂ ഇൻറ്റു du/dy ആണ്. ഓക്കെ, വഴി മനസ്സിലായല്ലോ. അപ്പോൾ പവർ ലോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ടോർക്ക് ഇൻറ്റു ഒമേഗയാണ് ഫോർമുല. ഇവിടെ ഏത് ടോർക്ക് ഉപയോഗിക്കണം? നമുക്ക് ഏത് ഫോഴ്സ് ആണോ കാരണമാണോ പവർ ലോസ് ഉണ്ടായത്, ആ കറസ്പോണ്ടിങ് ഫോഴ്സ് ഉണ്ടാക്കുന്ന ടോർക്കാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആ ഫോഴ്സ് എന്താണ്? ഷിയർ ഫോഴ്സ് ആണ്. അപ്പോൾ ടോർക്കിൻ്റെ ഫോർമുല ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നാണ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇവിടെ റേഡിയസ് ഓഫ് ദി ഷാഫ്റ്റ്, അതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അത് അവിടെ കൊടുക്കുന്നു. ആൻഡ് അതിനുശേഷം ഈ ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? ഫോഴ്സ് ഈസ് നത്തിങ് ബട്ട് ഷിയർ സ്ട്രെസ് ഇൻറ്റു ഏരിയ, അത് കണ്ടുപിടിക്കുന്നു. സോ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂ ഇൻറ്റു du/dy, ആൻഡ് ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2πn/60. ഒമേഗ ഈസ് 2πn/60. അപ്പോൾ എല്ലാം ആയല്ലോ. അപ്പോൾ ഇനി കൃത്യമായിട്ട് മുകളിൽ നിന്ന് താഴോട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസേഴ്സ് കിട്ടും. ആദ്യം നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാം, ടാൻജൻഷ്യൽ വെലോസിറ്റി. കാരണം ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു
ഡി യു ബൈ ഡി വൈ ആണ്. മ്യൂ ഉണ്ട്, ഡി വൈ ഉണ്ട്, യു ഇല്ല. ഇപ്പോൾ ടാൻജൻഷ്യൽ വെലോസിറ്റി കണ്ടുപിടിക്കാം. ടാൻജൻഷ്യൽ വെലോസിറ്റി യു ഈസ് ഈക്വൽ ടു പൈ ഡി എൻ ബൈ 60. ദാറ്റ് ഈസ് പൈ ഇൻറ്റു 0.4 ഇൻറ്റു എൻ 190 RPM ഡിവൈഡഡ് ബൈ 60. നമുക്ക് ചെയ്യുമ്പോൾ 3.9 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. Therefore, du ചേഞ്ച് ഇൻ വെലോസിറ്റി എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി 3 അതായത് u മൈനസ് 0 ദാറ്റ് ഈസ് 3.98 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി. du is equal to u minus 0 3.98 മീറ്റർ പെർ സെക്കൻഡ്. ആൻഡ് ഇനി ഇത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. ടോ ഈസ് ഈക്വൽ ടു mu is 0.6 Pascal second into du by dy, that is 3.98 by y is 1.5 into 10 raised to minus 3. And ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1592 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ ടോ കിട്ടി. ഇനി ഫോഴ്സ് ആണ് നമുക്ക് വേണ്ടത്. വിസ്കസ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു 1592 ഷിയർ സ്ട്രെസ് ഇൻറ്റു ഏരിയ. ഏരിയ എന്ന് പറയുന്നത് പൈ ഇൻറ്റു ഡി ഇൻറ്റു എൽ. പൈ ഇൻറ്റു ഡി ഇൻറ്റു എൽ അല്ലെങ്കിൽ 2πRL. സോ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1592 ഇൻറ്റു പൈ ഇൻറ്റു ഡയ എന്ന് പറയുന്നത് എത്രയാണ്? 0.4 മീറ്റർ ഇൻറ്റു സ്ലീവ് ലെങ്ത് 90 മില്ലിമീറ്റർ ദാറ്റ് ഈസ് 90 ഇൻറ്റു 10 റേസ് ടു മൈനസ് 3 മീറ്റർ. ഇത് കൊടുക്കുമ്പോൾ 180 ന്യൂട്ടൺ എന്ന് കിട്ടും. വിസ്കസ് ഫോഴ്സ് നമുക്ക് കിട്ടി ന്യൂട്ടൺ. ആൻഡ് നെക്സ്റ്റ് നമ്മൾ വരേണ്ടത് ടോർക്കിൽ കറസ്പോണ്ടിങ് ടോർക്ക്. ടോർക്ക് എന്ന് പറയുന്നത് 180 ഇൻറ്റു റേഡിയസ് ആർ ദാറ്റ് ഈസ് 0.2 ദാറ്റ് ഈസ് 36 ന്യൂട്ടൺ മീറ്റർ. ആൻഡ് നെക്സ്റ്റ് നമ്മൾ വരേണ്ടത് കറസ്പോണ്ടിങ് പവർ ലോസ്റ്റ്. പവർ ലോസ് എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ? 36 ന്യൂട്ടൺ മീറ്റർ അല്ലേ? 36 ഇൻറ്റു 2π n. 2π ഇൻറ്റു n എന്ന് പറയുന്നത് 190 ആണ് ഡിവൈഡഡ് ബൈ 60. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആൻസർ 716.4 വാട്ട്സ് എന്ന് കിട്ടും. നെക്സ്റ്റ് വൺ, two large plane surfaces are 2.4 centimeter apart. The space between them is filled with glycerin. Plate in the surface തന്നിട്ടുണ്ട്. What force is required to drag this plate, very thin plate, at a speed of 0.6 meter per second? എനിക്കൊന്ന് ഇത് ഈ പ്ലേറ്റിൻ്റെ സർഫസ് ആണ്. അപ്പോൾ രണ്ട് ലാർജ് പ്ലെയിൻ സർഫസസ് അവിടെ ഉണ്ട്. 2 large plane surfaces are there and the space between them is filled with glycerin. Glycerin കൊണ്ട് ഈ പ്ലേറ്റ്സ് നമ്മൾ ഫിൽ ചെയ്തിട്ടുണ്ട് ഈ സ്പേസ്. ആൻഡ് ഒരു തിൻ പ്ലേറ്റ് ഉണ്ട് ഓഫ് 0.5 മീറ്റർ സ്ക്വയർ. എത്ര ഫോഴ്സിൽ ഇത് ഡ്രാഗ് ചെയ്യണം ഈ പ്ലേറ്റ്? അറ്റ് എ സ്പീഡ് ഓഫ് 0.6 മീറ്റർ പെർ സെക്കൻഡ് ഇഫ് ദ പ്ലേറ്റ് ഈസ് ഇൻ ദ മിഡിൽ ഓഫ് ദ ടു പ്ലെയിൻ സർഫസസ് and the thin plate is at a distance of 0.28 centimeter from one of the plane surfaces. Dynamic viscosity തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പം ഫസ്റ്റ് കേസ് നോക്കാം. കേസ് 1. കേസ് 1ൽ നമ്മുടെ പ്ലേറ്റ് മിഡിൽ ഓഫ് ദ ടു പ്ലെയിൻ സർഫസ് ആണ്. ഇതാണ് നമ്മുടെ രണ്ട് പ്ലെയിൻ സർഫസ്. അതിൻ്റെ മിഡിലാണ് നമ്മുടെ പ്ലേറ്റ് ഇരിക്കുന്നത്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ടോട്ടൽ ഡിസ്റ്റൻസ് 2.4 സെൻറ്റിമീറ്റർ അപ്പാർട്ടാണ്. ഡൈനമിക് വിസ്കോസിറ്റി മ്യൂ തന്നിട്ടുള്ളത് 8.10 ഇൻറ്റു 10 റേസ് ടു മൈനസ് 1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ദാറ്റ് ഈസ് പാസ്കൽ സെക്കൻഡിലാണ്. ഇതിൻ്റെ ഏരിയ നമുക്ക് തന്നിട്ടുള്ളത് 0.5 മീറ്റർ സ്ക്വയർ എന്നാണ്. ഇതൊരു ഫോഴ്സ് എഫിൽ നമ്മൾ പുള്ള് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ഫോഴ്സ്, വാട്ട് ഫോഴ്സ് ഇസ് റിക്വയർഡ് ടു ഡ്രാഗ് ദിസ് പ്ലേറ്റ് അറ്റ് എ സ്പീഡ് ഓഫ് 0.6 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ യു എന്ന് പറയുന്നത് 0.6 മീറ്റർ പെർ സെക്കൻഡ് ആണ് യു. അപ്പോൾ നമ്മളിവിടെ അറിയേണ്ടത് ഈ ഒരു പ്ലേറ്റ് ഇൻ ബിറ്റ്വീൻ ആയിട്ട് നിൽക്കുമ്പോൾ ഈ അപ്പർ സർഫസിലും ലോവർ സർഫസിലും ഇവിടെ എന്തുണ്ട്? ഇവിടെ ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ ഡെവലപ്പ് ആവുന്നുണ്ട്.
ആ ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. രണ്ട് സർഫേസിലും വിസ്കസ് ഫോഴ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ആവുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഈ സർഫേസിനോട് ചേർന്ന് നിൽക്കുന്ന ഫ്ലൂയിഡ് ലെയർ ഇറ്റ് മൂവ്സ് വിത്ത് എ വെലോസിറ്റി യു ആൻഡ് മുകളിലോട്ട് പോകുമ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ആൻഡ് താഴെയും ഇതായിരിക്കും അവസ്ഥ. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ഫോഴ്സ്, ഷിയർ ഫോഴ്സ് ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഒന്ന് ഇവിടുത്തെ അപ്പർ സർഫസിലെയും ഒന്ന് ലോവർ സർഫസിലെയും. ഈ രണ്ട് ഷിയർ സ്ട്രെസ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഫോഴ്സ് എന്ന് പറയുന്നതായിരിക്കും, F1 ആൻഡ് F2. ഈ രണ്ട് ഫോഴ്സും ഇതിന് ഈക്വൽ ആയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഈ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ ഇത് പുള്ളി ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അതായത് എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു 0 ആയാൽ മാത്രമേ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ നമുക്ക് പുള്ളി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ F1ഉം F2ഉം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, എന്നിട്ട് അതിന്റെ രണ്ടിന്റെ സം എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ മീനിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്പർ സർഫസിലെ കണ്ടുപിടിക്കാം. അപ്പർ സർഫസിൽ ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ. യു തന്നിട്ടുണ്ട്, സോ ഡി യു എന്ന് പറയുന്നതാണ് 0.6 മൈനസ് 0, ദാറ്റ് ഈസ് 0.6 തന്നെ. ആൻഡ് ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ, ദാറ്റ് ഈസ് മ്യൂ എന്ന് പറയുന്നത് 8.10 ഇൻറ്റു 10⁻⁻1 ഇൻറ്റു ഡി യു ഈസ് 0.6 ബൈ യു. യു എടുക്കുമ്പോഴാണ് നമ്മളിത് അപ്പർ സർഫസിലാണ് എടുക്കുന്നത്, അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് മതി. അതായത് 2.4 ഡിവൈഡഡ് ബൈ 2, കൃത്യം മിഡിലല്ലേ, കേസ് 1 കൃത്യം മിഡിലാണ് വെച്ചത്. അപ്പോൾ 2.4 ഡിവൈഡഡ് ബൈ 2, 2.4 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇൻറ്റു 10⁻⁻2 മീറ്റർ ഡിവൈഡഡ് ബൈ 2. നമുക്ക് ഷിയർ ഫോഴ്സ് തന്നെ കണ്ടുപിടിച്ചേക്കാം. F1 അതായത് ഷിയർ സ്ട്രെസ് ഇൻറ്റു ഇത്രയും ഇൻറ്റു ഏരിയ ചെയ്താൽ മതി. ഏരിയ ഈസ് 0.5 meter square. Therefore, F1 will be equal to 20.25 Newton. ഇനി താഴത്തെ ഷിയർ ഫോഴ്സ്, ഇനി F2 കണ്ടുപിടിച്ചാലും, അതായത് ലോവർ സർഫസിൽ നിങ്ങൾ കണ്ടുപിടിച്ചാലും ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ ആണ് ഇക്വേഷൻ. മ്യൂവിന് ചേഞ്ച് വരുന്നില്ല, ഡി യുവിന് ചേഞ്ച് വരുന്നില്ല, ആൻഡ് ആകെ ചേഞ്ച് വരുന്നത് ഈ വൈക്കായിരുന്നു ചേഞ്ച് വരേണ്ടിരുന്നത്. അവിടെയും ഇത് കൃത്യം മിഡിലാണ് വെച്ചിരിക്കുന്നത് കൊണ്ട് ഈ ഡിസ്റ്റൻസും എന്താണ്, സെയിം തന്നെയാണ്. അതായത് പിന്നെ സെയിം ഏരിയ ആണ് വരുന്നത്, അതുകൊണ്ട് ഒരു മാറ്റവും വരുന്നില്ല. ഇൻ ബിറ്റ്വീൻ വെച്ച് കഴിഞ്ഞാൽ രണ്ട് സർഫസിലെയും, അപ്പർ സർഫസിലെയും ലോവർ സർഫസിലെയും ആ പ്ലേറ്റിൽ ഉണ്ടാവുന്ന ഷിയർ ഫോഴ്സ് 0 ആണ്. Therefore, F2 is equal to 20.25 Newton. Therefore, F1 plus F2 അതാണല്ലോ നെറ്റ് ഫോഴ്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 44. ഓക്കെ, F1 പ്ലസ് F2 ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് 40.5 ന്യൂട്ടൺ. അപ്പോൾ ഈ 40.5 ന്യൂട്ടൺ ആയിരിക്കും നമ്മൾ ഈ ഫോഴ്സിൽ എഫിൽ ഇവിടെ ആക്ട് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ, അടുത്ത സെക്കൻഡ് കേസ് 2 എന്ന് പറയുന്നത് the thin plate is at a distance of 0.8 centimeter from one of the plane surface. പിന്നെ വേറൊരു കാര്യം, ഈ പ്ലേറ്റിന്റെ തിക്നെസ് വളരെ കുറവായതുകൊണ്ടാണ് ഈ 2.4ഉം 2.4ന്റെ ബൈ 2 ചെയ്തിട്ട് നമ്മൾ അപ്പുറത്തും ഇവിടെ രണ്ടിടത്തും യൂസ് ചെയ്തത്. തിക്നെസ് വളരെ കുറവാണ്, വളരെ തിൻ പ്ലേറ്റ് ആണ്, വെരി തിൻ പ്ലേറ്റ്. ഞാൻ ക്വസ്റ്റ്യൻ എഴുതാൻ മടിച്ചിട്ട് ചുരുക്കിയത് കൊണ്ടാണ് പല കാര്യങ്ങൾ അങ്ങനെയുള്ള ഫാക്ട്സ് മിസ്സിങ് ആയത്. അതായത് പ്ലേറ്റ് സർഫസിന്റെ എന്ന് പറഞ്ഞാൽ എ തിൻ പ്ലേറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ ദീസ് ടു പ്ലെയിൻ സർഫസ് എന്നൊക്കെ ഉണ്ട്. അതിന് പകരമാണ് ഈ പ്ലേറ്റ് സർഫസ് ഏരിയ 0.5 മീറ്റർ സ്ക്വയർ എന്നൊക്കെ എഴുതിയ. അപ്പം തിക്നെസ് നെഗ്ലിജിബിൾ ആയതുകൊണ്ടാണ് ബൈ 2 ചെയ്തത്. കേസ് 2ൽ ഈ പ്ലേറ്റിനെ നമ്മൾ എത്രയാണ്, എവിടെയാണ് വെക്കേണ്ടത്? 0.8 സെന്റിമീറ്റർ, 0.8 ഇൻറ്റു 10⁻⁻2 മീറ്റേഴ്സിൽ വെക്കുന്നു. ആൻഡ് ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ എത്ര ആയിരിക്കും? അപ്പോൾ 2.4 സെന്റിമീറ്ററിൽ നിന്ന് 0.8 സബ്ട്രാക്ട് ചെയ്യുക, ദാറ്റ് ഈസ് 1.6 ഇൻറ്റു 10⁻⁻2 മീറ്റേഴ്സ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സിമിലർ ആണ്. ഇനി രണ്ട് അപ്പർ സർഫസിലെയും ലോവർ സർഫസിലെയും ടോ കണ്ടുപിടിക്കുക. F1 അതിൻ്റെ കൂടെ ഏരിയ ചെയ്യുമ്പോൾ F1 കിട്ടും. ഇവിടെ രണ്ട് സൈഡിലെയും ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. മനസ്സിലായില്ലേ? രണ്ട് സൈഡിലെയും ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും, കാരണം രണ്ട് ഡിഫറെൻറ്റ് ഡിസ്റ്റൻസ് അല്ലേ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്, അതുകൊണ്ട് അത് ഡിഫറെൻ്റ് ആയിരിക്കും. ആ F1ഉം F2ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സ് കിട്ടും.
ആൻസർ ഒന്ന് ചെയ്തു നോക്കുക. നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 45.54 ന്യൂട്ടൺ എന്നായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഒന്ന് ചെയ്തു നോക്കുക. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.